സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാമത്തെ അധ്യായം അതിൻ്റെ 35-36 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടൻ ബലനായിരിക്കുന്നതും സ്വദേശികമായി പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതി വരികയാണ്, ഒരു പച്ച മരം എങ്ങനെ തഴച്ച് വളരുന്നുവോ അതേപോലെ ദുഷ്ടൻ തഴച്ച് വളരുന്നു എന്ന്. പക്ഷേ പിന്നീട് ഞാൻ അതിലെ പോയപ്പോൾ അവനെ അന്വേഷിച്ചിട്ടും കണ്ടില്ല എന്ന്. അപ്പോൾ നാം വിചാരിക്കും, പലപ്പോഴും നാം പറയാറുണ്ട്, അവർ എത്ര തന്നെ കുറ്റം ചെയ്തിട്ടും അല്ലെങ്കിൽ എത്ര തന്നെ ദൈവത്തിന് അരുതാത്തത് ചെയ്തിട്ടും ദൈവത്തെ ആരാധിക്കാതിരുന്നിട്ടും അവർക്കൊരു കഷ്ടമോ നഷ്ടമോ ഇല്ല. ഒന്നിനൊന്നിന് അവർ വസ്തുക്കൾ വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, നിറയെ അവർക്ക് ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ നീതിമാനായി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു മനസ്സോടെ ഇരുന്നിട്ട് ഒന്നിനൊന്നിന് എനിക്ക് കഷ്ടതയല്ലാതെ ഒന്നുമില്ല എന്ന്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ എന്തു പറയുന്നു വെച്ചാൽ, ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ അവൻ തഴച്ചു വളർന്നാലും പക്ഷെ ക്ഷണനേരത്തിൽ അവൻ അവിടം വിട്ട് മാറിപ്പോവുകയാണ്. പ്രിയ ദൈവമൈതലെ, ദൈവത്തിന് കാത്തിരിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യന്, ഒരു നീതിമാനായ മനുഷ്യന് ദൈവം ഒരിക്കലും കൈവിടുകയില്ല. നീതിമാൻ വീഴുന്നാലും 7 തരം വീഴുന്നാലും നിലംപരി ചായുകയില്ല എന്ന് വചനം പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും നഷ്ടവും എത്ര ഏറി വന്നാലും ദൈവത്തെ വിടാതെ നാം മുറുകെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഖേദവും വരികയില്ല. കർത്താവ് നമ്മെ നടത്തും. പക്ഷേ നാം അടുത്ത് വളരുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവഭയം ഇല്ലാത്തവർ വളരുന്നു എന്ന് വിചാരിച്ചിട്ട് നാം അവരെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ അവരെ ചിന്തിച്ച് നോക്കുകയോ ഒന്നും ചെയ്യേണ്ട. ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരുന്ന് ദൈവം നല്ലവനെന്ന് രുചിച്ചറിവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ആമേൻ.